ഹലോ എവ്രി വൺ, എൻ്റെ പേര് റെയ്നു മീര മാത്യു. ടൈറ്റസ് സെക്കൻഡ് ടീച്ചേഴ്സ് കോളേജിലെ കൊമേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമായി UGC നെറ്റ്, സെറ്റ് മുതലായ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ്സുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് മുമ്പായി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് UGC നെറ്റിലെ പേപ്പർ 1-ൽ വരുന്ന ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന സബ്ജക്റ്റിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ജൂൺ 2014 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: എഡ്യൂക്കേഷൻ ആസ് എ സബ്ജക്റ്റ് ഓഫ് ലെജിസ്ലേഷൻ ഫിഗേഴ്സ് ഇൻ ദി ഓപ്ഷൻ എ യൂണിയൻ ലിസ്റ്റ്, ഓപ്ഷൻ ബി സ്റ്റേറ്റ് ലിസ്റ്റ്, ഓപ്ഷൻ സി കൺകറൻറ്റ് ലിസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി റെസിഡ്യൂറി പവേഴ്സ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റ് അല്ലെങ്കിൽ ലിസ്റ്റ് 1 എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് പൂർണ്ണ അധികാരമുള്ള വിഷയങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന ലിസ്റ്റാണ്. ആ വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കുവാനുള്ള അധികാരം ഇന്ത്യൻ പാർലമെൻറ്റിന് മാത്രമാണുള്ളത് എന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ 97 സബ്ജക്റ്റാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനമായും വരുന്നത് ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ്, അറ്റോമിക് എനർജി, വാർ, റെയിൽവേസ് മുതലായവയാണ്. അപ്പോൾ രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. സ്റ്റേറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ലിസ്റ്റ് 2 എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിന് എക്സ്ക്ലൂസീവായിട്ട് അധികാരമുള്ള വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിയമനിർമ്മാണം പൂർണ്ണമായും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് ചെയ്യുന്നത്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് ഗവൺമെൻറ്റുകൾക്കും തുല്യ അധികാരമുള്ള വിഷയങ്ങൾ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒരുപോലെ നിയമനിർമ്മാണത്തിന് അധികാരമുള്ള വിഷയങ്ങളാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. റെസിഡ്യൂറി പവേഴ്സ് എന്ന് പറയുന്നത് ഈ 3 ലിസ്റ്റിലും പറഞ്ഞിട്ടില്ലാത്ത വിഷയങ്ങൾ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് ആണ്. അത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, കൊമേഴ്സ് മുതലായവയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി കൺകറൻറ്റ് ലിസ്റ്റാണ്. കാരണം എഡ്യൂക്കേഷൻ എന്ന സബ്ജക്റ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും നിയമനിർമ്മാണത്തിന് തുല്യ അവകാശമുള്ളൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ എഡ്യൂക്കേഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: The UGC was established with which of the following aim? Option A, promotion of research and development in higher education. Option B, identifying and sustaining institutions of potential learning. Option C, capacity building of teachers. And D, providing autonomy to each and every higher educational institution in India. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് കോഡ് ബി ആണ്. എയും ബിയും സിയും മാത്രമാണ് UGCയുടെ എയിമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. ഹൈ അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമാണ് UGC ഓട്ടോണമി സ്റ്റാറ്റസ് ഗ്രാൻറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം UGCയെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യുകയാണ്. UGC നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് UGC ആക്ട് 1956 പ്രകാരമാണ്. UGCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. അതോടൊപ്പം UGCക്ക് 6 സ്റ്റേറ്റിലായിട്ട് 6 റീജിയണൽ സെൻറ്റേഴ്സ് കൂടെ ഉണ്ട്. UGC മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അക്കാഡമിക് സ്റ്റാൻഡേർഡ് കോർഡിനേറ്റ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഗ്രാൻറ്റ്സ് ഒക്കെ റിലീസ് ചെയ്യുക, പിന്നെ അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടുന്ന അഡ്വൈസ് കൊടുക്കുക, അതിനു വേണ്ടിയുള്ള പോളിസീസ് ഫ്രെയിമിംഗ്, പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക എന്നിവയൊക്കെയാണ്. ജൂൺ 2014 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണിത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്? ഓപ്ഷൻ എ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഓപ്ഷൻ ബി വിശ്വഭാരതി, ഓപ്ഷൻ സി HNB ഗർവാൾ യൂണിവേഴ്സിറ്റി ആൻഡ് ഓപ്ഷൻ ഡി കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റി. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് കോഡ് എ ആണ്. ഓപ്ഷൻ എയും ബിയും സിയും മാത്രമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. ഓപ്ഷൻ ഡി ആയ കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റി ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ആക്ട് ഓഫ് പാർലമെൻറ്റ്. പിന്നെ അതുപോലെ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയാണ് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെയും ചാൻസലർ. അതോടൊപ്പം പ്രസിഡൻറ്റിന് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കൊക്കെ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാനുള്ള പവറുണ്ട്. UGC പബ്ലിഷ് ചെയ്ത ലേറ്റസ്റ്റ് ലിസ്റ്റ് പ്രകാരം ഇന്ത്യയിൽ കറൻ്റ്ലി 54 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണുള്ളത്. അതിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് പ്രകാരം നമ്പർ 1 സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ജാമിയ മില്ലിയ ഇസ്ലാമിയയാണ് ന്യൂഡൽഹിയിലുള്ളത്. സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് അരുണാചൽ പ്രദേശാണ്. തേർഡ് പൊസിഷനിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയാണ് JNU. അതുപോലെ ഫോർത്ത് പൊസിഷനിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയാണ് ഉള്ളത്. പല വർഷങ്ങളിലും റാങ്കിംഗ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് UGC നെറ്റിന് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ റാങ്കിങ് ഒന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും.
ജാനുവരി 2017 ചോദിച്ചതും അതുപോലെ തന്നെ പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്ത് കാണപ്പെടുന്നതുമായ ഒരു ഏരിയയാണ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ഡീംഡ് യൂണിവേഴ്സിറ്റീസ്? ഓപ്ഷൻ എ, ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ദ ചാൻസലർ ഓഫ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ്. ഓപ്ഷൻ ബി, ദേ ക്യാൻ ഡിസൈൻ ദെയർ ഓൺ സിലബസ് ആൻഡ് കോഴ്സ് വർക്ക്. ഓപ്ഷൻ സി, ദേ ക്യാൻ ഫ്രെയിം ദെയർ ഓൺ ഗൈഡ് ലൈൻസ് റിഗാർഡിംഗ് അഡ്മിഷൻ ആൻഡ് ഫീസ്. ആൻഡ് ഓപ്ഷൻ ഡി, ദേ ക്യാൻ ഗ്രാൻറ്റ് ഡിഗ്രീസ്. അപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്ക് അവരുടെ കോഴ്സസ് ഡിസൈഡ് ചെയ്യുവാനും സിലബസ്, അഡ്മിഷൻ, ഫീസ് എന്നീ കാര്യങ്ങളിലൊക്കെ ഡിസിഷൻസ് എടുക്കാനും ഫുൾ ഓട്ടോണമിയും അതുപോലെ ഇൻഡിപെൻഡൻസും ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ഡിഗ്രി അവർക്ക് സ്വന്തമായിട്ട് ഗ്രാൻറ്റ് ചെയ്യാം. അതോടൊപ്പം ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഹയർ സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഫുള്ളി ഫ്ലെഡ്ജ് യൂണിവേഴ്സിറ്റികളുടെ സ്റ്റാറ്റസ് ഫ്യൂച്ചറിൽ അവർക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പം നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് കോഡ് ബി ആണ്. ബിയും സിയും ഡിയും മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്പോൺസറിംഗ് ബോഡി അപ്പോയിൻറ്റ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കും. അപ്പോൾ കാലാവധി എന്ന് പറയുന്നത് 5 വർഷത്തേക്കായിരിക്കും. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെ ചാൻസലറാണ് ആ സംസ്ഥാനത്തിൻ്റെ ഗവർണർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് ദ ബെസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ദ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം? ഇത് ഡിസംബർ 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ, ഷിഫ്റ്റ് ഇൻ ഫോക്കസ് ഫ്രം ടീച്ചർ സെൻട്രിക് ടു സ്റ്റുഡൻറ് സെൻട്രിക് എഡ്യൂക്കേഷൻ. ഓപ്ഷൻ ബി, ഇംപ്രൂവിംഗ് ക്ലാസ് റൂം അറ്റൻഡൻസ്. ഓപ്ഷൻ സി, ഹെൽപ്പിംഗ് ടീച്ചർ ടു കംപ്ലീറ്റ് സിലബസ് ഓൺ ടൈം. ആൻഡ് ഓപ്ഷൻ ഡി, റെഡ്യൂസിംഗ് എക്സാമിനേഷൻ ആങ്സൈറ്റി എമംഗ് സ്റ്റുഡൻസ്. അപ്പം ടീച്ചർ സെൻട്രിക് എഡ്യൂക്കേഷനിൽ നിന്നും സ്റ്റുഡൻറ് സെൻട്രിക് എഡ്യൂക്കേഷനിലേക്ക് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് ദ സ്റ്റാറ്റ്യൂട്ടറി ഫംഗ്ഷൻ ഓഫ് ദ UGC? ഓപ്ഷൻ എ, ടു അപ്പോയിൻറ്റ് ടീച്ചിങ് ഫാക്കൽറ്റി ഇൻ യൂണിവേഴ്സിറ്റീസ്. ബി, to control the conduct of examination in universities. Option C, to determine and maintain the standard of teaching and research in universities. And option D, to develop curriculum for university courses. ഇത് ഡിസംബർ 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ടു ഡിറ്റർമൈൻ ആൻഡ് മെയിൻറ്റെയിൻ ദ സ്റ്റാൻഡേർഡ് ഓഫ് ടീച്ചിങ് ആൻഡ് റിസർച്ച് ഇൻ യൂണിവേഴ്സിറ്റീസ്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് നാക് എന്ന് പറയുന്നത്, നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോർ വാല്യൂസ് എമംഗ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആർ പ്രൊമോട്ടഡ് ബൈ നാക്? ഓപ്ഷൻ എ, കോൺട്രിബ്യൂട്ടിംഗ് ടു നാഷണൽ ഡെവലപ്മെൻറ്റ്. ഓപ്ഷൻ ബി, fostering global competencies among the students. Option C, inculcating a value system among students and teachers. Option D, promoting the optimum utilization of the infrastructure. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് കോഡ് ബി ആണ്. ഓപ്ഷൻ എയും ബിയും സിയും മാത്രമാണ് ശരിയായിട്ടുള്ള നാക്കിൻ്റെ കോർ വാല്യൂസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നാക്കിനെ ബേസ് ചെയ്ത് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസും കൂടെ നമുക്ക് പെട്ടെന്നൊന്ന് കവർ ചെയ്യാം. നാക്ക് 1986 നാഷണൽ പോളിസി ഇൻ എഡ്യൂക്കേഷൻ്റെ റെക്കമെൻഡേഷൻ്റെ ഒരു ഔട്ട്കം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം UGC 1994 നാക്ക് ഒരു ഓട്ടോണമസ് ബോഡിയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പം ഹയർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി അപ്ഹോൾഡ് ചെയ്യാനും അതിന് കൂടുതൽ എംഫസിസ് കൊടുത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ് നാക്ക്. നാക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരാണുള്ളത്. നാക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ അസസ് ചെയ്യുക, അക്രഡിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി, അത് ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടി അവർ യൂസ് ചെയ്യുന്ന ഒരു 7 ക്രൈറ്റീരിയ ആണ് ഇനി പറയുന്നത്. കരിക്കുലർ ആസ്പെക്റ്റിൽ തുടങ്ങി സ്റ്റുഡൻറ് സപ്പോർട്ട് ആൻഡ് പ്രോഗ്രഷൻ വരെയുള്ള ഈ 7 ക്രൈറ്റീരിയയെ ബേസ് ചെയ്തിട്ടാണ് നാക്ക് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഗ്രേഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, education is the manifestation of perfection already in man was stated by option A, M.K. Gandhi. Option B, R.N. Tagore. Option C, Swami Vivekananda. And option D, Sri Aurobindo. അപ്പം എഡ്യൂക്കേഷനെ പറ്റി ഈ ഫേമസ് ആയിട്ടുള്ള കോട്ട് പറഞ്ഞിരിക്കുന്നത് സ്വാമി വിവേകാനന്ദ ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി. മഹാത്മാഗാന്ധി എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞത് ഇപ്രകാരമാണ്, ബൈ എഡ്യൂക്കേഷൻ I mean an all-round drawing out of the best in the child and man, body, mind and spirit. രവീന്ദ്രനാഥ് ടാഗോർ ഇപ്രകാരമാണ് പറഞ്ഞത്, ദ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ഈസ് ദാറ്റ് വിച്ച് ഡസ് നോട്ട് മിയർലി ഗീവ് us ഇൻഫർമേഷൻ ബട്ട് മേക്സ് അവർ ലൈഫ് ഇൻ ഹാർമണി വിത്ത് ഓൾ എക്സിസ്റ്റൻസ്.
അടുത്ത ക്വസ്റ്റ്യൻ ആണ് CIET സ്റ്റാൻഡ്സ് ഫോർ. CIETയുടെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എഡ്യൂക്കേഷൻ ടെക്നോളജി, ഓപ്ഷൻ ബി സെൻറ്റർ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഇവാലുവേഷൻ ടെക്നിക്സ്, ഓപ്ഷൻ സി സെൻറ്റർ ഫോർ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി ആൻഡ് ഓപ്ഷൻ ഡി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എഡ്യൂക്കേഷൻ ടെക്നോളജി. CIET എന്ന് പറയുന്നത് NCERTയുടെ ഒരു കോൺസ്റ്റുവൻറ്റ് യൂണിറ്റ് ആയിട്ട് 1984 എസ്റ്റാബ്ലിഷ് ആയത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. അവരുടെ മെയിനായിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ടെക്നോളജീസ്, അതായത് റേഡിയോ, TV, ഫിലിംസ്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, സൈബർ മീഡിയയൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് CIETയുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതുപോലെ എല്ലാ സ്റ്റേറ്റിലുമുള്ള സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെൻറ്റ് മുഖേന ടീച്ചേഴ്സിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതും ഇവരുടെ പെർവ്യൂവിൽ വരുന്നതാണ്. അപ്പോൾ പ്രീ പ്രൈമറി മുതൽ അഡൽട്ട് എഡ്യൂക്കേഷൻ വരെയുള്ള കാറ്റഗറിയുടെ എഡ്യൂക്കേഷണൽ ടെക്നോളജി പ്രൊമോഷൻ CIET ആണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ CIET പറ്റി ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻസ് ഡീൽ വിത്ത് കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം ഓൺ എഡ്യൂക്കേഷണൽ പ്ലാനിംഗ്. എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം ഡീൽ ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓപ്ഷൻ എ NCERT, ഓപ്ഷൻ ബി UGC, ഓപ്ഷൻ സി NAAC NAC ആൻഡ് ഓപ്ഷൻ ഡി NUEPA. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ന്യൂപ്പയാണ്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു ഓർഗനൈസേഷൻ്റെ പേരാണ് ന്യൂപ്പ, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അത് MHRDയുടെ അണ്ടറിൽ 1962 എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത്. ഇതോടൊപ്പം NCERTയുടെ ഫുൾ ഫോമും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. NCERTയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് രാഷ്ട്രീയ ഉച്ചത്താർ ശിക്ഷ അഭിയാൻ റൂസ. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ടു ഇംപ്രൂവ് ദി ഓവറോൾ ക്വാളിറ്റി ഓഫ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓപ്ഷൻ ബി to ensure adequate availability of quality faculty, option C to create new institutions through upgradation of existing autonomous colleges, option D to downgrade universities with poor infrastructure into autonomous colleges. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് കോഡ് എന്ന് പറയുന്നത് കോഡ് ബി ആണ്. ഓപ്ഷൻ എയും ബിയും സിയുമാണ് റൂസയുടെ കാര്യത്തിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻസ്. യൂണിവേഴ്സിറ്റികളെ ഡൗൺഗ്രേഡ് ചെയ്ത് ഒരിക്കലും ഓട്ടോണോമസ് കോളേജുകളാക്കുന്നത് റൂസയുടെ ഒബ്ജക്റ്റീവ് അല്ല, പകരം ഓട്ടോണോമസ് കോളേജുകളെ അപ്ഗ്രേഡ് ചെയ്ത് യൂണിവേഴ്സിറ്റികളാക്കുകയാണ് റൂസയുടെ ഒബ്ജക്റ്റീവ്. അതുപോലെ റൂസ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണ് 2013. അടുത്തതായി ജൂലൈ 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, which of the following statements are correct about distance education in India? Option A, it reduces the cost of education. Option B, it supplements formal education. Option C, it enhances access to education. And option D, all of the above. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് മൂന്നും ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ അബവ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. The purpose of value education is best served by focusing on option A, cultural practices prevailing in the society, option B, norms of conduct laid down by a social group, option C, concern for human values, option D, religious and moral practices and instructions. ഇപ്പോൾ വാല്യൂ എഡ്യൂക്കേഷൻ ഒരു കുട്ടിയുടെ ഐഡിയാസ്, ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി, ക്യാരക്ടർ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം വാല്യൂ എഡ്യൂക്കേഷൻ കൂടുതൽ കൺസേൺ ചെയ്യുന്നത് ഹ്യൂമൻ വാല്യൂസ് ആണ്. അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഹ്യൂമൻ വാല്യൂസിലായിരിക്കും കൂടുതലായിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കൺസേൺ ഫോർ ഹ്യൂമൻ വാല്യൂസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്, ടീച്ചേഴ്സ് റോൾ അറ്റ് ഹയർ എഡ്യൂക്കേഷൻ ലെവൽ ഈസ് ടു. ഓപ്ഷൻ എ, എൻകറേജ് ഹെൽത്തി കോമ്പറ്റീഷൻ എമംഗ് സ്റ്റുഡൻസ്. ഓപ്ഷൻ ബി, ഹെൽപ്പ് സ്റ്റുഡൻസ് ടു സോൾവ് ദർ പേഴ്സണൽ പ്രോബ്ലംസ്. ഓപ്ഷൻ സി, പ്രൊമോട്ട് സെൽഫ് ലേണിംഗ് ഇൻ സ്റ്റുഡൻസ്. ഓപ്ഷൻ ഡി, പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു സ്റ്റുഡൻസ്.
ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ലെവലിൽ ടീച്ചറിൻ്റെ മെയിൻ റോൾ എന്ന് പറയുമ്പോൾ കുട്ടികളിൽ ഒരു സെൽഫ് ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്, ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി, പ്രൊമോട്ട് സെൽഫ് ലേണിംഗ് ഇൻ സ്റ്റുഡൻസ് എന്നുള്ളതാണ്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഡിസംബർ 2019 ചോദിച്ചതും അതുപോലെ പലപ്പോഴായിട്ട് UGC നെറ്റിന് ചോദിച്ചു കണ്ടുവരുന്നതുമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയയാണിത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് MOOC പ്ലാറ്റ്ഫോം ക്രിയേറ്റഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? ഓപ്ഷൻ എ പ്രാഥം, ഓപ്ഷൻ ബി സ്വയം, ഓപ്ഷൻ സി ഫ്യൂച്ചർ ലേൺ ആൻഡ് ഓപ്ഷൻ ഡി ഓപ്പൺ ലേൺ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സ്വയം. അപ്പോൾ MOOC എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും എൻറോൾ ചെയ്യാവുന്ന ഫ്രീ ഓൺലൈൻ കോഴ്സസ് ആണ്. അഫോർഡബിൾ ആയിട്ടും ഫ്ലെക്സിബിൾ ആയിട്ടും പുതിയ സ്കിൽസ്, കരിയർ അഡ്വാൻസ്മെൻറ്റിന് വേണ്ടുന്ന കോഴ്സുകൾ, ക്വാളിറ്റി എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസസ് ഒക്കെ MOOC പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പം MOOCിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് എഡെക്സ്, കോഴ്സറ, ഉഡാസിറ്റി, ഫ്യൂച്ചർ ലേൺ എന്നിവയൊക്കെയാണ്. അത് പല കൺട്രിയിൽ പല യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന MOOC പ്ലാറ്റ്ഫോംസ് ആണ്. ഇതിൽ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള MOOC പ്ലാറ്റ്ഫോമാണ് സ്വയം എന്ന് പറയുന്നത്. അപ്പോൾ സ്വയത്തിൻ്റെ ഫുൾ ഫോമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം സ്വയത്തിൻ്റെ ഫുൾ ഫോമാണ് സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് അസ്പയറിംഗ് മൈൻഡ്സ്. സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് അസ്പയറിംഗ് മൈൻഡ്സ്. അപ്പോൾ 2017 ഇപ്പോൾ 2000-ലധികം കോഴ്സസ് ഓഫർ ചെയ്യുന്ന സ്വയം പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഫ്രണ്ട്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കുവാനും അതുപോലെ പഠിക്കുവാനുമൊക്കെയായി ഒരു പ്രാക്ടീസ് സെഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. So, for more interesting and informative sessions, please stay tuned. Thank you and bye for now.